Honey, I'm addicted. Honey, I'm addicted. So hey, whoa, it's Action Dude, guys. Action Dude on Bangalore, guys. അപ്പോൾ ഇന്ന് ബാംഗ്ലൂരിലെ ഫസ്റ്റ് ഡേ ആണ് ഗൈസ്. ഞങ്ങൾ ഇന്നലെയാണ് വന്നത്, പക്ഷെ ഇന്നലെ ഉറങ്ങി എണീറ്റ ആദ്യത്തെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. ഇവിടെ അടിപൊളിയാണ് ഗൈസ്, വൈബാണ് ഇവിടെ കാണാനൊക്കെ. നല്ല സെറ്റ് സ്ഥലമാണ്, ഞാൻ എല്ലാം കാണിച്ചൊക്കെ തരാം. അപ്പോൾ രാവിലെ എണീറ്റ് ബാത്റൂമിലേക്ക് പോയി കുളിച്ചില്ല റെഡിയായിട്ട് ഞങ്ങളിനി ഞങ്ങളുടെ എന്തിനാണ് ഇവിടെ വന്നത്, ഞങ്ങൾ കമ്പനിയിൽ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി വന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ പീജിക്കകത്ത് നമ്മുടെ പിള്ളേരെല്ലാം ഉണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ പയ്യന്മാരെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് അടിക്കുക. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുത്തെ ബാംഗ്ലൂരിൽ കറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാം അടുത്തോട്ട് അവസാനം വരെ കാണുക. ഓക്കെ, സോ ഗൈസ് അങ്ങോട്ട് പോട്ടെ. അതുകൊണ്ട് രാവിലെ മമ്മിയെ വീഡിയോ കോൾ വിളിക്കുകയാണ്. മമ്മി രാവിലെ എന്തോ അവിടെ കാണിച്ചേ? ആ കൊള്ളാം. കൂക്കുണ്ട് അടിയൊക്കെ എന്ത് കൂക്കുണ്ട് അടി? ആ ഓക്കെ ഗൈസ്. അപ്പം ഞാൻ നിക്കറും ടീഷർട്ടൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, എന്നെ ഇവിടെ നിന്ന് കാണാം. കണ്ണടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ രാവിലത്തെ ഫുഡാണ്, ഉപ്പുമാവാണ്. ഓക്കെ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഉപ്പുമാവും ഉണ്ട്, കറി ഉണ്ടല്ലേ? ആ കടലക്കറി. നൈസ്. അമ്മമ്മ വൈബാണ് കേട്ടോ, സൂപ്പറാ. അപ്പം അമ്മമ്മയല്ലേ എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് കറിയാണ് കേട്ടോ. പ്രത്യേക ഒരു കൈപ്പുണ്യം ഉണ്ട്. ഇന്നലത്തെ ചോറിലാണ് എനിക്ക് മനസ്സിലായി. ഇന്നലെ അടിപൊളി ചിക്കൻ കറിയും പിന്നെ മോരും ഒക്കെ ആയിട്ടുള്ള നമുക്ക് നല്ലൊരു ഡിന്നർ തന്നായിരുന്നു. സൂപ്പറായിരുന്നു. അപ്പോൾ ഇതാ ഇന്ന് ആദ്യത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ്. അപ്പോൾ ഇപ്പം എല്ലാം പിള്ളേർ ഇവിടെ വന്ന് നമ്മളെ പയ്യന്മാരിൽ ഇത് കഴിക്കാൻ പോവാണ്. എല്ലാവരും ഫുഡൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. ആയതിനൊക്കെ നമ്മുടെ അടിപൊളിയായിട്ട് അടിച്ചു തുടങ്ങി. ആനന്ദേ കഴിച്ചിട്ടോ ഫുഡ്? ഓക്കെ അഖിൽ. ഓ ഇനി ആനന്ദല്ലേ, ആനന്ദോ? അപ്പോൾ എല്ലാവരും കഴിക്കുമോ? ഞാനും കൂടി കഴിച്ചു. നല്ല അടിപൊളി കടലക്കറിയും ഉപ്പുമാവുമാണ്. ഫുള്ളും കഴിക്കണം കേട്ടോ, മൊത്തം കഴിക്കണം. അഖിലേ സൂപ്പറല്ലേ? മാർക്ക് അങ്ങോട്ട്. അയ്യോ എൻ്റെ വാച്ചാണ് കഴിച്ചത്. അപ്പം ഞാൻ ഫുൾ റെഡിയായി. സൺസ്ക്രീമൊക്കെ തേച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് വെയിലും ഒക്കെ കൊണ്ട് സൺസ്ക്രീമൊക്കെ തേച്ച് സ്പ്രേ ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മൾ സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട് അല്ലേ? I'm just going with the gut. Never had a doubt, felt like this is just a must. Put me in perspective. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ അങ്ങനെ കമ്പനിയിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുന്നു അല്ലേ? വെൽ ഡ്രസ്ഡാണ്. നമ്മൾ ഊബർ വിളിച്ച് ഗൈസ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് ഇറങ്ങി, കമ്പനിയുടെ അടുത്ത് വന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് 2 ഫോട്ടോ കോപ്പിയൊക്കെ എടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ കുറച്ച് ആചാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാളയൊക്കെ വെച്ചുകൊണ്ട് അവർ കാളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് പൈസ കൊടുക്കണം. അങ്ങനെയൊക്കെ ഇടുന്നുണ്ട്. ഞാൻ കണ്ടായിരുന്നു, ഞാൻ വരുന്ന വഴി കണ്ടായിരുന്നു. വീഡിയോ എടുത്തില്ല പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ പിന്നെയാണ് ഇവിടുത്തെ തലശ്ശേരി റെസ്റ്റോറൻറ്റ് ഒക്കെയാണ്. ഇവിടെ എല്ലാം അടിപൊളിയാണ് കേട്ടോ, എല്ലാം സെറ്റാണ്. അപ്പോൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മൾ കമ്പനിയിലേക്ക് കയറാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ സ്റ്റുഡിയോ ഉണ്ട്, പിന്നെ ക്രോമയുണ്ട്. ക്രോമയൊന്നും തുറന്നില്ല. അപ്പം നമ്മൾ നേരെ കമ്പനിയിലേക്ക് പോകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. പക്ക ഫോർമലായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നൈസ് പ്ലേസാണ് ഇവിടെ. ഇതാണ് നമ്മുടെ ആദ്യത്തെ അച്ഛനെ വാച്ചൊക്കെ കൊള്ളാമല്ലോ. നൈസാ നമ്മുടെ വാച്ച്. കോപ്പി അടിക്കണം. മധുരമില്ല, നമുക്ക് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി നമ്മുടെ കമ്പനിയുടെ ഭാഗമായിട്ട് ഫുഡ് തരാൻ വേണ്ടി അവർ ഫുഡ് തരുന്നുണ്ട്. ഒരു റെസ്റ്റോറൻറ്റിൽ വിളിച്ചുകൊണ്ട് വന്നു. നമ്മുടെ കമ്പനിയുടെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ അവരുടെ രീതിയിൽ വന്നതാണ് ഗൈസ്. അപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അച്ഛനെ അപ്പോൾ നമ്മൾ കഴിക്കാൻ വന്നിരിക്കുന്നത്
ഹോട്ടലിൻ്റെ പേരൊന്നും അറിയത്തില്ല. അല്ല, ഉസ്താ എന്ന് പറയുന്ന ഹോട്ടലാണ്. ഇവിടെ കമ്പനിയുടെ അവിടെയാണ് നമ്മുടെ കമ്പനി വരുന്നത്. ഇത് മിസ്റ്റർ ആനന്ദ്. മിസ്റ്റർ ആനന്ദ്. ഇവിടെ മിസ്റ്റർ ശ്രീലുണ്ട്, കോളിലാണ്. മിസ്റ്റർ കോളിലാണ്. ബാക്കിയുള്ളവരൊക്കെ ബാക്കിൽ പോകുന്നുണ്ട്. മണിയുണ്ട്. നമ്മൾ റിയാക്ഷൻ വീഡിയോ കണ്ടു കാണും. പിന്നെ നമ്മുടെ സാറുമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ കണ്ടോ, സലാഡുണ്ട്. പിന്നെ ഇതെന്തോന്ന് അറിഞ്ഞുകൂടാ, ഇതെന്തോന്ന് അറിഞ്ഞുകൂടാ. ഇത് ബീട്രൂട്ടിൻ്റെ എന്തോ സാധനം തോന്നുന്നു. ബീട്രൂട്ടിൻ്റെ അച്ചാറാട്ടോ. സോ എല്ലാം വെറൈറ്റിയാണ് ഇവിടെ. ഇനിയിപ്പോൾ ഇവിടെ ചിക്കൻ ബിരിയാണി ഇടുമായിരിക്കും. എല്ലാം വെറൈറ്റി സാധനങ്ങൾ കേട്ടോ. ഇത് അച്ചാർ പോലെ ഇരിക്കുന്നു, മറ്റേ ഉള്ളി അച്ചാർ. എന്നെയാണ് എനിക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അത് എൻ്റെ ക്യാമറയാണ്. ഇവിടെ ബിരിയാണി എത്തി. ബിരിയാണി തട്ടി കേട്ടോ. ആ, നല്ല അടിപൊളി. എടാ എനിക്ക് കണ്ടാ, എടാ എനിക്ക് ചിക്കൻ ലെഗ് പീസ് കിട്ടി. ബിരിയാണി കഴിക്കുന്നത് അടിപൊളി സാധനമാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മൾ തിരിച്ച് കമ്പനിയിലേക്ക് കയറുവാണ്. നല്ലത് കഴിച്ചല്ലേ? സൂപ്പർ അല്ലേ ഫുഡ് ഇവിടുത്തെ? രസം. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരിഗണിക്കുക. രാവിലെ എണീറ്റ് എൻ്റെ വീഡിയോ ഇരുന്ന് കാണുന്നത് യൂട്യൂബിൽ. അവിടെ പുഷ്പയുടെ വീഡിയോ. ഗായ്സ്, ഞങ്ങളിങ്ങനെ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ്, നല്ല വെയിലത്താണ് ഈ പോകുന്നത്. എല്ലാവരും ഇപ്പോൾ സെറ്റായി. അവിടെ നിന്നമാരൊന്നും അല്ല ഇപ്പോൾ. എല്ലാവരും നല്ല ഫോർമൽ ഷർട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. അയോണാണിത്. അഖില് ഹായ്. ഇപ്പോൾ കുറച്ച് നടക്കണം ബസ് സ്റ്റോപ്പ് വരെ. തക്കാളിക്ക് 25 രൂപ. ഇവിടുത്തെ സീസൺ ആകുമ്പോഴത്തുള്ള ഒരു പൂക്കളാണിത്. ലാവൻഡർ കളറിലുള്ള ഒരു പൂവാണിത്. നല്ല രസമുണ്ട്. ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന ടൈപ്പ്. അപ്പോൾ ഈ ബസ് നമ്പർ വേണമെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കി കിട്ടുമല്ലേ? ഒരു ബസ് വരുന്നുണ്ട്, ബസ്സും വരുന്നുണ്ട്, ഒരാളും വരുന്നുണ്ട്. നമുക്ക് ബസ് കാണുന്നുണ്ട്. കുറച്ച് വണ്ടിയാണോ? അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ കമ്പനിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വന്ന ബസ് കൊണ്ട് ബസ് പോയി. ഇതാണ് ഇഫ്താർ. ഇവിടെ മന്തി ഉണ്ട്. മധു മന്തി എന്തുവാണ് ഇവിടെ ഉള്ളത്? കേരളത്തിലെ ആൾക്കാരുടെ കട. അതെ, അങ്ങനെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ അങ്ങനെ ഉള്ളൂ. ബിരിയാണി കഴിച്ചു, നല്ല കിടിലൻ ബിരിയാണി. അതെ അതെ, നമ്മൾ കഴിച്ച വീഡിയോനകത്തുണ്ട്. ഗൈസ്, അങ്ങനെ ഓഫീസ് ഞങ്ങൾ കഴിഞ്ഞ് നൈറ്റ് 8 o'clock കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഓഫീസ്? അതല്ലേ, ഓഫീസ് കയറിയല്ലേ ടൈം പോകുന്ന അറിയത്തില്ല. അതാണ് മെയിൻ. നമുക്ക് 4 മണിക്കൂറാണ് ഇവിടെ ഇരിക്കേണ്ടത്. സമയം പോകുന്നേ അറിയത്തില്ല. അവിടെ ഇരപ്പിക്കുന്നേ ഈ വണ്ടിയാണ്. വണ്ടി ആ ബ്ലാക്ക് വണ്ടിയാ. ഈ വണ്ടിയാണ്ട് ഭയങ്കര അടുത്ത് ഇരപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇവനാണ് കാണിച്ചു തന്നത്. ബാക്കിയുള്ള ഗൈസ് ഒക്കെ അവിടെ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ PMTC ബസ്സിനകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ സ്ഥലത്തിലേക്ക്. ഈ ബസ്സിനകത്ത് അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട്. ഓരോ സ്റ്റോപ്പിലും ഓരോ അനൗൺസ്മെന്റ്. എവിടെ എത്തി? കണ്ണൂർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്റ്റോപ്പ് വരുന്നത്. നല്ല അപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് വ്യൂ ഇവിടെ എല്ലാം. ഇതാണ് ബസ്സിന്റെ വ്യൂ. ഒരു മെട്രോയിൽ പോകുന്ന ഒരു ഫീലൊക്കെ വരും. അപ്പൊ ഞാൻ വെൽക്കം ടു PMTC എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് എമർജൻസി എക്സിറ്റ്. ഇതിന്റെ ആവശ്യം വരുന്നില്ല. നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ബസ് ഇറങ്ങി സ്റ്റോപ്പ് ആവറായി. മിസ്റ്റർ അയോൺ. അപ്പൊ അതാ ഡോറ് തുറക്കുക. നമ്മൾ അന്നേരം ഇറങ്ങിക്കോണം. ഡോറ് തുറക്കുക. പക്ഷെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങാവൂ. അണ്ടേ അന്നേരം ഇറങ്ങിക്കോണം, അല്ലെങ്കിൽ വണ്ടി ഇപ്പൊ വിടും. കാണിച്ചു തരാം. എല്ലാവരും ഇറങ്ങി. കണ്ടോ, വണ്ടി വിട്ട് സ്പീഡിൽ വരും, ആളെ എടുക്കും, സ്പീഡിൽ പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ. ഇനി ഇത്രയും വലിയ റോഡ് ക്രോസ് ചെയ്യണം. അതായത് ഇവിടെ ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്. കുരിശൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ പള്ളിയാണ് അവിടെ. അപ്പോൾ
അപ്പോൾ നമ്മുടെ ഈ റൂമിൽ നിൽക്കുന്ന ഒരു മച്ചാൻ്റെ ബർത്ത്ഡേ ആണ് ഇവിടെ. അപ്പോൾ ഇതിന് കേക്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിലുള്ള ഒരു കൊച്ചു കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മച്ചാന്മാരാണ് റെഡിയാക്കി ഒരു മച്ചാൻ മേളിൽ കയറി പോകുന്നുണ്ട്. ആ കിടന്ന് ഇറന്നില്ല, അല്ല നോക്കുവാണ് കേട്ടോ. പുള്ളിക്കാരൻ അവിടെ വരുന്നുണ്ടോ നമ്മളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പോട്ടിൽ തന്നെ ഒരു സർപ്രൈസ് കൊടുക്കാനാ. അപ്പോൾ ഡോറൊക്കെ അടച്ചിട്ടുണ്ട്. ഞാനും പിന്നെ ജീവൻ ബ്രോയും അഗ്നിവേഷ് ബ്രോയും ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ കേക്ക്. ഇതെന്തോടെ എല്ലാവർക്കും കൂടെ തികയോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ, അപ്പോൾ പരിപാടികളൊക്കെ സെറ്റ്. ചെറിയൊരു ഹോം തിയേറ്ററാണിത്. കൂട്ടുകാരൻ്റെ ലാപ്ടോപ്പിൽ രോമാഞ്ചം എന്ന് പറയുന്ന മൂവി ഇട്ടേക്കുക. പിന്നെ ഒരു ബോട്ടിന് ചെറിയൊരു സ്പീക്കറിൽ കണക്ട് ചെയ്തേക്കുക. അതിൻ്റെ അത്യാവശ്യം സൗണ്ടൊക്കെ ഉണ്ട്. എല്ലാവരും രോമാഞ്ചം അടിച്ചിരിക്കുകയാണ്. ഹലോ സുഹൃത്തുക്കളെ, ഞാനിവിടെ എൻ്റെ PGയിലെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഉച്ചയ്ക്കാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. എനിക്ക് രാവിലെ ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ രാവിലത്തെ ഒരു പ്രഭാതത്തിൻ്റെ ഒരു സംഭവം കാണിക്കണമെന്നുണ്ടായിരുന്നു. പനിയും തുമ്മലൊക്കെയാണ്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതാ ചൂടത്ത് ഇവിടെ നിൽക്കുകയാണ്. ഞാൻ കയറി പോട്ടെ. നാളെ രാവിലെ ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ വ്യൂ. ഇപ്പോഴത്തെ വ്യൂ ഇങ്ങനെയാണ് കണ്ടാ. പിന്നെ ഇങ്ങനെ വലിയൊരു റോഡാണ്. ഇങ്ങനെ നടക്കാൻ ഇഷ്ടമുള്ള സ്ഥലമുണ്ട്. ഇങ്ങനെ കറങ്ങി നമുക്ക് നടക്കാൻ പറ്റും. ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഞാൻ നേരെ PGയിലോട്ട് കയറട്ടെ. പിന്നെ ഇവിടെ നമുക്ക് എപ്പോഴും നോക്കിയാലും പ്ലെയിൻ പോകുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും പ്ലെയിൻ പോയിക്കൊണ്ടിരിക്കും. അപ്പുറത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ടും എയർഫോഴ്സൊക്കെയാണ്. അതുകൊണ്ട് എപ്പോഴും പ്ലെയിൻ ഇടവിട്ട് മിനിറ്റിന് ഇവിടെ പ്ലെയിൻ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ ഉച്ചയ്ക്ക് ഇങ്ങനെ ഫോണും പിടിച്ച് ഇങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ. നമ്മൾ ഇലക്ട്രിക് ബസ്സിനകത്ത് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു സൗണ്ടും ഒന്നുമില്ല വണ്ടിക്ക്. സ്മൂത്തായിട്ടാണ് പോകുന്നത്. ഇതെല്ലാം സീറ്റിങ്സ്. ഈ ബസ്സിനകത്താണ് വന്നത് സുഹൃത്തുക്കളെ. ഇലക്ട്രിക് ബസ് കണ്ടോ, ഒരു പ്രത്യേക ഡിസൈനാണ് ഈ വണ്ടി. അപ്പോൾ ഇന്ന് നമ്മൾ ഫോർമലായിട്ടാണ് ഇന്ന് നമ്മൾ ക്യാഷ്വലായിട്ടാണ് പോകുന്നത് കോളേജിൽ. കോളേജിലോ കമ്പനിയിൽ.